ഇഷാനിയുടെയും ഗൗതത്തിൻ്റെയും ഇടപെടലുകൾ കണ്ട് പത്മിനിയുടെ മനസ്സ് നിറഞ്ഞു. അവർ ചില കണക്കുകൂട്ടലുകൾ നടത്തി. സമയം ഏറെ രാത്രിയായിട്ടും ആര്യയെ നിദ്രാദേവി കടാക്ഷിച്ചില്ല. ഗൗതത്തെ ഓർത്ത് ആര്യയുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഭാഗത്താണ് തെറ്റ്. സാറിന് ഞാനൊരു ടൈം പാസ് മാത്രമായിരുന്നു. അർഹതയില്ലാത്തത് ആഗ്രഹിച്ച താനൊരു മണ്ടി. എൻ്റെ നില ഞാൻ ഓർക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെ ഓർത്ത് ആര്യ ആർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം, കണ്ണേട്ടൻ എവിടെ അമ്മായി? റൂമിൽ കാണുന്നില്ലല്ലോ, ഇഷാനി ചോദിച്ചു. കണ്ണൻ ജോഗിങ്ങിന് പോയിട്ടുണ്ടാകും മോളെ. എന്നെക്കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി പോയേണ. മോള് കണ്ണനോട് പറയ്, നാളെ മുതൽ അവൻ മോളെയും കൂട്ടും. കണ്ണേട്ടൻ വരട്ടെ, ഞാൻ പറയാം. അമ്മ എവിടെ അമ്മായി? വനജയെയും കൊണ്ട് കൃഷ്ണേട്ടൻ അമ്പലത്തിൽ പോയി. എന്തൊക്കെയോ വഴിപാടുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ വരൂ. മോളെ വിളിക്കാനായി വന്നപ്പോൾ സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ടു. അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. മോള് വാ, കോഫി എടുക്കാം. ശരി അമ്മായി. ഇഷാനി കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗൗതം ജോഗിങ് കഴിഞ്ഞെത്തിയത്. അമ്മേ, അമ്മേ, ഗൗതം വിളിച്ചു. ദാ വരുവാ കണ്ണാ. ജോഗിങ് കഴിഞ്ഞ് വന്നാൽ വെള്ളം വേണം, അതിനാ ഈ വിളിക്കുന്നത്, പത്മിനി പറഞ്ഞു. ഞാൻ കൊടുക്കാം അമ്മായി എന്ന് പറഞ്ഞ് ഇഷാനി വെള്ളവുമായി ഗൗതത്തിനടുത്തേക്ക് പോയി. ഗുഡ് മോർണിംഗ് കണ്ണേട്ടാ. ഇതാ വെള്ളം. നല്ല ആളാ കണ്ണേട്ട. എന്നെയും കൂടി വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി വന്നേണം. മോർണിംഗ് ഇഷു. തനിക്ക് ഈ ശീലമൊക്കെ ഉണ്ടോ? ഗൗതം ചോദിച്ചു. അതേയ്, ഞാനും വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ലേ ഞാൻ ഇങ്ങനെ സ്ലിമ്മായി ഇരിക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ ഫ്രഷായി ഓഫീസിൽ പോകട്ടെ. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് നേരത്തെ പോകണം, ഗൗതം പറഞ്ഞു. പിന്നീട് ഒരു ദിവസം കൊണ്ടുപോകാം. ഓക്കെ കണ്ണേട്ടാ. ഗൗതം ഫ്രഷായി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഓഫീസിലേക്ക് പുറപ്പെട്ടു. ആര്യയ്ക്ക് തലേ ദിവസം കരഞ്ഞതിനാൽ കണ്ണും മുഖവുമെല്ലാം വീർത്ത് ചുമന്നിരുന്നു. ഉറങ്ങാത്തതിനാൽ തലവേദനയും ഉണ്ടായിരുന്നു. മനസ്സ് ആകെ അസ്വസ്ഥമായതിനാൽ ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞു. ഇന്നലെ നന്ദയെ കണ്ടപ്പോൾ തിരക്കായതുകൊണ്ട് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പിണക്കമായിരിക്കും. ഇന്ന് എന്തായാലും സംസാരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഓഫീസിലെത്തിയ ഗൗതം ആര്യയുടെയും ദേവികയുടെയും ക്യാബിൻ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. ദേവിക 1 മാസം ലീവാണ്. നന്ദ എവിടെ പോയി? അപ്പോഴേക്കും വിഷ്ണു വന്നു. സാർ, മീറ്റിംഗ് തുടങ്ങാൻ സമയമായി. ഓക്കെ വിഷ്ണു. വിഷ്ണു, ദേവികയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ? ഗൗതം ചോദിച്ചു. കാലിന് ഫ്രാക്ചർ ഉള്ളതിനാൽ പ്ലാസ്റ്റർ ഇട്ടു. 1 മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. മീറ്റിങ്ങിന് പോകാനിറങ്ങിയ ഗൗതം ഒഴിഞ്ഞുകിടക്കുന്ന ആര്യയുടെ ക്യാബിനുള്ളിലേക്ക് നോക്കി. അത് കണ്ട വിഷ്ണു പറഞ്ഞു. സാർ, ആര്യ ഇന്ന് ലീവാണ്, സുഖമില്ലെന്ന് പറഞ്ഞു. അതിന് ഗൗതം മൂളിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തായിരിക്കും നന്ദ വരാതിരുന്നത്? എന്തെങ്കിലും അസുഖമാണോ? അറിയാൻ എന്താ വഴി? ഓരോന്ന് ആലോചിച്ച് ഗൗതം മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു. ആര്യയുടെ കാര്യമാലോചിച്ച് ഗൗതത്തിൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. മീറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഗൗതത്തിന് കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് ശേഷം ആര്യ ദേവികയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി. ആര്യയുടെ കണ്ണും മുഖവുമെല്ലാം കണ്ടപ്പോഴേ ദേവികയ്ക്ക് എന്തോ പന്തികേട് തോന്നി. എന്താടി നിനക്ക് പറ്റിയത്? നീ കരഞ്ഞോ? ദേവിക ചോദിച്ചു. ഇല്ല, വല്ലാത്ത തലവേദന, അതാ. അതുകൊണ്ടാണോ നീ ഇന്ന് ഓഫീസിൽ പോകാത്തത്? ദേവിക ചോദിച്ചു. അപ്പോഴേക്കും ആര്യയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു തൂവിയിരുന്നു. ആര്യേ, ഡി മോളെ, എന്തു പറ്റി നിനക്ക്? ദേവിക ചോദിച്ചു. ഒരു ആശ്വാസത്തിനെന്ന പോൽ ആര്യ ദേവികയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ദേവികയും അനങ്ങാതെ ഇരുന്നു. കുറച്ചു സമയത്തിന് ശേഷം കരച്ചിൽ ഒന്നടങ്ങിയതിനു ശേഷം ആര്യ ദേവികയോട് തലേ ദിവസം ഗൗതം സാർ മിണ്ടാതെ പോയതും വഴിയിൽ വെച്ച് സാറും ഒരു പെൺകുട്ടിയും കൂടി കാറിൽ പോകുന്നത് കണ്ടതുമെല്ലാം പറഞ്ഞു. ഏയ്, അതിനാണോ നീ ഇങ്ങനെ സെൻറ്റി അടിച്ചിരിക്കുന്നത്?
അത് സാറിൻ്റെ സിസ്റ്റർ ആയിരിക്കും, ദേവിക പറഞ്ഞു. അല്ല, സിസ്റ്ററിനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിൽ കസിനോ മറ്റോ ആയിരിക്കും, ദേവിക പറഞ്ഞു. അല്ല, സാർ എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. അതൊക്കെ കേട്ട് വിശ്വസിച്ച ഞാനൊരു മണ്ടിയാണ്. ആര്യേ, അങ്ങനെയൊന്നും അല്ലായിരിക്കും. ഗൗതം സാർ ഒരു പാവമാണ്, നിനക്ക് വെറുതെ തോന്നുന്നതാ, ദേവിക ആര്യയെ ആശ്വസിപ്പിക്കാനെന്നവണ്ണം പറഞ്ഞു. അപ്പോഴേക്കും ഒരു നഴ്സ് അവിടേക്ക് വന്നു. ദേവികയ്ക്ക് ഇന്ന് ഡിസ്ചാർജാണ്. ബിൽ സെറ്റിൽ ചെയ്ത് ഫാർമസിയിൽ പോയി മെഡിസിനും വാങ്ങി ഇട്ട് പോകാം. ഓക്കെ സിസ്റ്റർ, താങ്ക് യു, ദേവിക പറഞ്ഞു. ദേവികെ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാം എന്ന് പറഞ്ഞ് ആര്യ യാത്ര പറഞ്ഞിറങ്ങി. കണ്ണേട്ടാ, ഇന്ന് ഓഫീസിലേക്ക് ഞാനുമുണ്ട്, ഇഷാനി പറഞ്ഞു. ഇന്ന് വരണോ? ഇഷു, എനിക്ക് തിരക്കായിരിക്കും. തനിക്ക് അവിടെ ഇരുന്ന് ബോറടിക്കും. എനിക്ക് ബോറൊന്നും അടിക്കില്ല, കണ്ണേട്ട ഉണ്ടല്ലോ അവിടെ. എന്നാലും ഇഷു, മോളും കൂടി വരട്ടെ കണ്ണാ, പത്മിനി പറഞ്ഞു. അമ്മേ, അത് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അതിനിടയിൽ ഇഷുവിനെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഒരു ദിവസം ആകാം എന്ന് ഗൗതം പറഞ്ഞു. മോളും കൂടി അതൊക്കെ കണ്ടു പഠിക്കട്ടെ, പത്മിനി പറഞ്ഞു. പിന്നീട് ഗൗതം ഒന്നും പറഞ്ഞില്ല. കാറിൽ കയറി ഇരുന്നതു മുതൽ ഇഷാനി നിർത്താതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം നീണ്ടു കേൾക്കുന്നതല്ലാതെ ഗൗതം മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഗൗതത്തിൻ്റെ ചിന്ത മുഴുവൻ ആര്യയെക്കുറിച്ചായിരുന്നു. ഇന്ന് അവൾ ഓഫീസിൽ വരുമോ? എന്തായിരിക്കും അവൾക്ക് പറ്റിയത്? ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. ഓഫീസിൽ ആരോടെങ്കിലും തിരക്കാമെന്ന് വെച്ചാൽ അത് പിന്നെ ഒരു ലൂസ് ടോക്കിന് ഇടയാക്കും. അത് വേണ്ട. ഇനി എന്ത് ചെയ്യും? കണ്ണേട്ടാ, കണ്ണേട്ടാ, ഞാൻ പറഞ്ഞത് കേട്ടോ? ഇഷാനി ചോദിച്ചു. കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞോ, ഗൗതം പറഞ്ഞു. അപ്പോഴേക്കും കാർ ഗേറ്റ് കടന്ന് ഓഫീസിലെത്തിയ ആര്യയ്ക്ക് ഗൗതത്തെ ഫേസ് ചെയ്യണമല്ലോ എന്നോർത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. എന്നാലും തൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ട് നിർത്തി അവൾ തൻ്റെ വർക്കിലേക്ക് കടന്നു. മുന്നിലേക്ക് നോക്കിയ ആര്യയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഗൗതത്തിനൊപ്പം നടന്നു വരുന്നു ഞാൻ ഇന്നലെ കണ്ട പെൺകുട്ടി. ഇവളോ? ഇവളെന്താ ഇവിടെ? ആര്യ മനസ്സിൽ വിചാരിച്ചു. നടന്നു വരുന്നതിനിടയിൽ ഗൗതം ആര്യയെ ശ്രദ്ധിച്ചുകൊണ്ട് ക്യാബിനിലേക്ക് പോയി. കൂടെ ഇഷാനിയും. ഗൗതത്തിൻ്റെ ക്യാബിനിൽ നിന്നിറങ്ങിയ വിഷ്ണുവിനോട് ആര്യ ചോദിച്ചു. സാറിന് പുതിയ PA വന്നോ? ഏയ് ഇല്ലടോ, ഇത് സാറിൻ്റെ കസിനാ, കൃഷ്ണകുമാർ സാറിൻ്റെ ഇളയ സഹോദരിയുടെ മകൾ ഇഷാനി. അവരെല്ലാ പേരും അമേരിക്കയിലായിരുന്നു. 2 ദിവസമായതേയുള്ളൂ നാട്ടിലെത്തിയിട്ട്. മിക്കവാറും സാറ് കല്യാണം കഴിക്കുന്നത് ഈ കുട്ടിയെ ആയിരിക്കും. അല്ലെങ്കിലും സാറിൻ്റെ മുറപ്പെണ്ണല്ലേ. ഇതും കൂടി കേട്ടപ്പോൾ ആര്യയ്ക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. വല്ലാത്ത ഒരവസ്ഥയിലായി. കണ്ണുകൾ നിറഞ്ഞു. വിഷ്ണു അത് കാണാതെ ആര്യ മുഖം തിരിച്ചു. പെട്ടെന്ന് സിസ്റ്റത്തിലേക്ക് മിഴിയൂന്നി. വർക്കിൽ ശ്രദ്ധിക്കാനും സാധിക്കുന്നില്ല. എന്തൊക്കെയോ ചെയ്തു വെച്ചു. മേശമേൽ തല ചായ്ച്ചു വെച്ചു കിടന്നു. ദേവികയില്ലാത്തതും സങ്കടത്തിൻ്റെ ആഴം കൂട്ടി. അവളുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഒരു ആശ്വാസമായേന, ആര്യ ഓർത്തു. ഇതെല്ലാം ഗൗതം കാണുന്നുണ്ടായിരുന്നു. ഇഷാനി ഉള്ളത് കാരണം മിണ്ടാതെ ഇരുന്നു. കൃഷ്ണേട്ടാ. എന്താടോ? കൃഷ്ണേട്ടാ, ഞാൻ നിഷുമോളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു, പത്മിനി പറഞ്ഞു. അവൾക്കെന്തു പറഞ്ഞു? അവൾക്കെന്തു പറ്റി? കൃഷ്ണകുമാർ ചോദിച്ചു. അവൾക്കൊന്നും പറ്റിയില്ല. നമുക്ക് അവളെ സ്ഥിരമായിട്ട് ഇവിടെ നിർത്തിയാലോ? താൻ എന്താണ് പപ്പി പറയുന്നത്? കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും. അതല്ല കൃഷ്ണേട്ടാ, ഇഷാനി മോള് നമ്മുടെ കണ്ണൻ്റെ പെണ്ണായി വന്നാലോ? അതെങ്ങനെ ശരിയാകും? വേണുവും വനജയും സമ്മതിക്കുമോ? പിന്നെ കണ്ണനും ഇഷുമോൾക്കും താല്പര്യമുണ്ടാകുമോ? അവർക്ക് താല്പര്യമൊക്കെയുണ്ട്. കണ്ണൻ്റെയും ഇഷുമോളുടെയും രീതികൾ കണ്ടാൽ തന്നെ അറിയാം അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്. അല്ലെങ്കിലും കണ്ണൻ വിവാഹത്തിന് സമ്മതിച്ചില്ലായിരുന്നോ? അന്ന് ഞാൻ പറഞ്ഞു,
കുട്ടിയെ കണ്ടുപിടിക്കാൻ ബ്രോക്കറെ വിളിക്കാമെന്ന്. അപ്പോൾ അവൻ പറയുക, ബ്രോക്കറെ വിളിക്കേണ്ട, സമയമാകുമ്പോൾ കുട്ടിയൊക്കെ വന്നോളൂ എന്ന്. മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ ഇഷാനിമോളായിരുന്നു. അതാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ തനിക്ക് എങ്ങനെ അറിയാം? കൃഷ്ണകുമാർ ചോദിച്ചു. എനിക്കറിയാം, പത്മിനി പറഞ്ഞു. കൃഷ്ണേട്ടൻ ഒന്ന് വേണുവിനോടും വനജയോടും സംസാരിക്കും. ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം. സംസാരിക്കാം. ഇതേ സമയം വീട്ടിലെ ചർച്ചകളൊന്നും അറിയാതെ ഓഫീസിലിരിക്കുകയാണ് ഗൗതവും ഇഷാനിയും.